പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനത്തിൽ യേശു ഇങ്ങനെ പറയുകയാണ്: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും നിന്റെ സഹോദരനും തമ്മിലുള്ള കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു വാക്തർക്കമോ ഒരു കുറ്റമോ ഉണ്ടായാൽ നീ ആദ്യം അവനോട് ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നിന്നെ അവൻ കേൾക്കുന്നില്ല എങ്കിൽ 2-3 പേരെ കൂടി സാക്ഷ്യത്തിനായിട്ട് കൊണ്ടുപോയി നീ ആ കാര്യം അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈശോ പറഞ്ഞു, അവരെയും കേൾക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ നീ അവരെ വിട്ടേക്കുക. യേശു ഈ കാര്യം പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാരിൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള തിരുവചനം: അപ്പോൾ എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? യേശു അതിന് മുമ്പ് പറഞ്ഞല്ലോ 3 എന്നുള്ളൊരു കാര്യം. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവൻ ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവൻ കേട്ടില്ലെങ്കിൽ 2-3 പേരുടെ സാക്ഷ്യം കൂടെ നീ കൊണ്ടുപോവുക. അവരെയും കേട്ടില്ലെങ്കിൽ സഭയോട് പറയുക. എന്നിട്ടും നടന്നില്ലെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? 7 എന്നുള്ളത് എങ്ങനെ കിട്ടി? യേശു പറഞ്ഞു 3 പ്രാവശ്യം. ആദ്യം നീ ആ സഹോദരനോട് തെറ്റ് പറഞ്ഞു കൊടുക്കുക. അവൻ കേട്ടില്ലെങ്കിൽ വേറെ 2-3 പേരെ സാക്ഷികളായി നിർത്തുക. അവരെയും കേട്ടില്ലെങ്കിൽ സഭയോട് പറയുക. അപ്പോൾ പത്രോസ് ഉദ്ദേശിച്ചത് യേശു 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി എന്നാണ്. പത്രോസ് എന്താക്കി? അതിൻ്റെ ഇരട്ടി 6, ഒന്നും കൂടെ കൂട്ടി 7. അപ്പോൾ തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? പത്രോസ് ഇങ്ങനെ ചിന്തിച്ചത് 7 എന്ന് പറഞ്ഞപ്പോൾ യേശു പത്രോസ് പറഞ്ഞ ഈ കാര്യത്തെ വലിയ അഭിമാനത്തോടു കൂടി കരുതും എന്നാണ് പത്രോസ് ചിന്തിച്ചത്. പക്ഷേ തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് 7 പ്രാവശ്യം ഞാൻ ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു 7 എന്നല്ല, 70 പ്രാവശ്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞതായ കാര്യത്തെ വാച്യാർത്ഥത്തിൽ തന്നെ എടുത്താൽ, കണക്കിൻ്റെ അർത്ഥത്തിൽ തന്നെ എടുത്താൽ 7 7 49 490 പ്രാവശ്യം. യേശു അതല്ല ഉദ്ദേശിച്ചത്. യേശു പറഞ്ഞത് നിന്റെ സഹോദരൻ നിന്നോട് എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും അവനോട് നീ നിരുപാധികം ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ യേശു അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയും തൻ്റെ ഉള്ളിൽ ആരോടും വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയും വെച്ച് പുലർത്തരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കിട്ടാൻ, ദൈവിക നന്മയെ കിട്ടാൻ, ദൈവിക ചൈതന്യത്തെ കിട്ടാൻ, ദൈവത്തിൽ നിന്ന് അത്ഭുത പ്രവൃത്തി ഒരു മനുഷ്യന് സ്വീകരിക്കാൻ മനുഷ്യനിൽ ഏറ്റവും തടസ്സമായിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യൻ്റെ ഉള്ളിലെ വെറുപ്പ്, മനുഷ്യൻ്റെ ഉള്ളിലെ വൈരാഗ്യം, മനുഷ്യൻ്റെ ഉള്ളിലെ പ്രതികാര ചിന്ത. വെറുപ്പോടും വൈരാഗ്യത്തോടും പ്രതികാര ചിന്തയോടും കൂടി ഒരു വ്യക്തി എത്ര ബലിയർപ്പിച്ചാലും അവൻ്റെ ബലി ദൈവം സ്വീകരിക്കില്ല. എത്ര പ്രാർത്ഥിച്ചാലും അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. എത്ര നന്മ പ്രവൃത്തി അവൻ ചെയ്താലും ആ നന്മ പ്രവൃത്തിക്ക് ഫലമുണ്ടാവുകയില്ല. ഉണ്ടാകാത്തതിൻ്റെ കാരണം, പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം, ബലി സ്വീകരിക്കാത്തതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ വെറുപ്പാണ്. വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയുമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിൽ നിന്നും അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് യേശുക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്. യേശു പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെതായ അർത്ഥം
അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് യേശു ഒരു ഉപമ ഉപയോഗിച്ചു. അതാണ് നമ്മളവിടെ കാണുന്നത്, നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ. എന്താണ് ആ ഉപമയിലൂടെ യേശു മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിച്ച കാര്യം? യേശു ഇങ്ങനെ പറഞ്ഞു, ഒരു രാജാവ് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തൻ്റെ സേവകരുടെ കണക്ക് തീർക്കാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് പറയാണ്, 10,000 താലന്ത് കടപ്പെട്ട ഒരുവനുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, നീ നിന്റെ വസ്തുവകളും നിനക്കുള്ളതെല്ലാം വിറ്റ് കടം വീട്ടുക. 10,000 താലന്ത് കടപ്പെട്ടവനോട് കടം വീട്ടുക എന്ന് പറഞ്ഞപ്പോൾ അവൻ യജമാനന്റെ മുമ്പിൽ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, യജമാനനെ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. എനിക്ക് ഈ കടത്തിൽ നിന്ന് ഒരിളവ് തരണം. ആ സേവകന്റെ ഔദാര്യം, ആ സേവകന്റെ ആ കാര്യത്തോടുള്ള പ്രതികരണം ഈ രാജാവ് എന്തു ചെയ്തു? മനസ്സലിഞ്ഞ് ആ സേവകന്റെ കടം മുഴുവൻ ഇളച്ചു കൊടുത്തു. യജമാനൻ അവന്റെ കടം മുഴുവൻ ഇളച്ചു കൊടുത്തു. ഇതാ ഇളവ് കിട്ടിയ ആ സേവകൻ പുറത്തേക്കിറങ്ങിയപ്പോൾ തൻ്റെ സഹസേവകരിൽ ഒരുവൻ 100 ദനാറ കടപ്പെട്ടിരുന്നു. ഈ 100 ദനാറ കടപ്പെട്ടിരുന്നവനോട് ഇവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തരിക. അപ്പോൾ അവൻ, ആ സഹസേവകൻ, ഇയാളോട് പറഞ്ഞു, ഞാൻ എല്ലാം തന്നു വിട്ടിക്കൊള്ളാം, എനിക്കിപ്പോൾ ഒഴിവ് തരണം, എനിക്ക് ഇപ്പോൾ ഇതിൽ നിന്നൊരു ഒഴിവ് തരണം. പക്ഷേ എന്ത് ചെയ്യുന്നറിയാവോ? ഈ സേവകൻ ആ സഹസേവകന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ ക്രൂരമായവരോട് പെരുമാറി. ഈ സംഭവം അറിഞ്ഞ യജമാനൻ ആ സേവകനോട് കോപിച്ച് അവനെ കടം വീട്ടുവോളം ജയിലിലടച്ചു. ഈ ഉപമയെ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഇങ്ങനെ കർത്താവ് കൂട്ടിച്ചേർക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം തിരുവചനം, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളോട്, മനുഷ്യ വ്യക്തികളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോടും ഇതുപോലെ തന്നെ ചെയ്യും. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നീ നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ കുറ്റപ്പെടുത്തുന്ന, നിന്നെ കളിയാക്കുന്ന, നിനക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളോട് നീ ആത്മാർത്ഥമായി ക്ഷമിക്കാതിരുന്നാൽ, അവരോട് നീ പ്രതികാരം ചെയ്യാനുള്ള മനോഭാവമായിട്ട് കാത്തിരുന്നാൽ, നീ അവരുമായുള്ള ബന്ധത്തിൽ അകൽച്ച വരുത്തിയാൽ, കർത്താവ് പറയുന്നു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളുടെ തെറ്റുകളും നിങ്ങളോട് ക്ഷമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിലൂടെ കർത്താവ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മനുഷ്യ വ്യക്തിയും മരണം വരെ ഉള്ളിൽ പ്രതികാര ചിന്തയുമായിട്ടിരിക്കരുത്. പ്രതികാര ചിന്തയുമായി നീ ഒരു ദിവസം പോലും കഴിയരുത്. കാരണം റോമാലേഖനം 12-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനം, അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് കർത്താവിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് വിട്ടേക്കുക. അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും. കർത്താവ് ഉറപ്പു തരികയാണ്, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും. മൂന്നാമത്, കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിന്റെ ശത്രുവിന് എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ പ്രവർത്തിച്ചവർ, നിനക്കെതിരെ പറഞ്ഞവർ, നിനക്ക് ദ്രോഹം തന്നവർ, നിനക്ക് നഷ്ടം വരുത്തിയവർ, അവര് ആരെയെല്ലാമാണോ നീ ശത്രുവായിട്ട് കാണുന്നത്, നീ ശത്രുവായിട്ട് അവരെ കാണാതെ അവർക്ക് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും നീ ചെയ്യുക, കുടിക്കാനും നീ കൊടുക്കുക. അങ്ങനെ നീ ചെയ്യുന്നത് വഴിയായിട്ട് അവരിൽ സ്നേഹത്തിന്റെ അഗ്നി കത്തിജ്വലിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ
ഈ 3 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കണം. ഒന്ന്, എനിക്ക് ആരോടെല്ലാം ഇഷ്ടക്കുറവും സ്നേഹക്കുറവും ദേഷ്യവും തോന്നുന്നു. എന്താ ഇത് തോന്നാൻ കാരണം? നിന്റെ സംസാരം വഴിയോ, നിന്റെ സഹോദരനുമായുള്ള ബന്ധം വഴിയോ, നിന്റെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള അകൽച്ച വഴിയോ, ഏതെങ്കിലും കാരണത്താൽ അത്തരത്തിലുള്ള ഒരു മാനസിക വിഷമം ഉണ്ടാകുന്ന സംഭവം ഉണ്ടായാൽ നീ ആ സംഭവത്തെ ഉള്ളിൽ വെച്ച് അവരോട് ദേഷ്യം തോന്നാതെ അതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തേക്കുക. അതിലെന്ത് തീരുമാനമാണോ വേണ്ടത് ആ തീരുമാനം കർത്താവ് എടുക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തേക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം ഉറപ്പ് പറയുകയാണ്, പ്രതികാരം എൻ്റെതാണ്. പ്രതികാരം എന്നുള്ളത് ദൈവത്തിൻ്റെ പണിയാണ്. അത് ദൈവം പകരം വീട്ടിക്കൊള്ളും. ദൈവം വെറുതെ വിടുമെന്നല്ല പറഞ്ഞത്. ദൈവം അതിനകത്ത് ഏതാണോ ന്യായമായിട്ടുള്ളത് ആ ന്യായമായിട്ടുള്ളത് ദൈവം ചെയ്തോളും. പ്രിയപ്പെട്ടവരെ, ബൈബിൾ അടിവരയിട്ട് പറയുന്ന കാര്യം, കർത്താവിൻ്റെ വചനം നമ്മളെ ഓരോരുത്തർ പഠിപ്പിക്കുന്ന കാര്യം, പ്രതികാരം എന്നുള്ളത് മനുഷ്യൻ്റെതല്ല, അത് ദൈവത്തിൻ്റെ പണിയാണ്. ദൈവത്തിൻ്റെ പണി മനുഷ്യൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യൻ ആ ചെയ്യുന്ന പണി കൊണ്ട് വിജയം കിട്ടിയല്ല. അതുകൊണ്ട് ദൈവം ചെയ്യേണ്ടതായ പണിയെ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അവിടെ ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വചനത്തിലും നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 35-ാം വചനത്തിലും ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 30-ാം വചനത്തിലുമെല്ലാം ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണ്, പ്രതികാരം എൻ്റേതാണ്, പക എൻ്റേതാണ്, അത് ഞാൻ പകരം വീട്ടിക്കൊള്ളും. അതിനാൽ നീ ഒരിക്കലും ഇതിൻ്റെ പേരിൽ മനുഷ്യ വ്യക്തികളുമായുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടാക്കരുത്. നീ ഏതെങ്കിലും കാരണത്താൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അവരോടെല്ലാം ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കാനും തയ്യാറാകണം. അങ്ങനെ നീ തയ്യാറാകുമ്പോൾ അവിടേക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഉണ്ടാവുകയാണ്, ഇടപെടുകയാണ്, പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു അപ്പനും അമ്മയും തങ്ങളുടെ ഒരേ ഒരു മകൻ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൻ, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എതിർ കക്ഷികളുമായിട്ടുള്ള മത്സരത്തിൽ 2 കൂട്ടരും തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്കിൻ്റെ പരിണിത ഫലമായിട്ട് ഇവരുടെ ഏക മകൻ ആ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 2 പേർ കൂടി ഇവരുടെ മകനെ കുത്തിക്കൊന്നു. വളരെ ദാരുണമായൊരു സംഭവം. ഒരേ ഒരു മകൻ, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന മകൻ, ആ മകനെ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ടതിൽ വളരെയധികം വേദന. മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് 2 വിദ്യാർത്ഥികളാണ് എന്ന് അവർക്കറിയാം. അവരോട് ഉള്ളിൽ കടുത്ത വെറുപ്പ്. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടും ഈ മകൻ്റെ കൊലപാതകത്തിലെ ഇടപെട്ടതായിട്ടുള്ള വ്യക്തികൾ, ചെയ്ത വ്യക്തികൾ, അവരെ പോലീസ് വേണ്ട രീതിയിൽ ശിക്ഷിക്കുന്നില്ല, വേണ്ട രീതിയിൽ ആ കേസ് തീർപ്പുണ്ടാകുന്നില്ല എന്ന് കണ്ടാണ് ആ അപ്പനും അമ്മയും കൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നത്. ധ്യാനിക്കാൻ വരുമ്പോൾ അവിടെ ഉള്ളിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ വ്യക്തികളോട് കടുത്ത വെറുപ്പും പ്രതികാര ചിന്തയുമായിരുന്നു. ഈ പ്രതികാര ചിന്തയുമായിട്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വചനം കേൾക്കാൻ അവർ വന്നത്. എന്നാൽ ധ്യാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്ന അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ശക്തി അത്ഭുതകരമായി പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ ഇടപെട്ടു. പ്രതികാരം എൻ്റെതാണ്, ഞാൻ പകരം വീട്ടും. അതിനാൽ നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നഷ്ടപ്പെട്ട മകനെ പ്രതി പ്രതികാര ചിന്തയുമായിരുന്നാൽ ഈ മകൻ നഷ്ടപ്പെട്ടത് വഴിയായിട്ട് നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിൻ്റെ 10,000 മടങ്ങ് അനുഗ്രഹവും ആനന്ദവും സമൃദ്ധിയും എനിക്ക് തരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെറുപ്പിനെ പരിപൂർണമായി ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ,
ആ ധ്യാനത്തിലൂടെ ആ മാതാപിതാക്കന്മാർക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ദൈവിക ചിന്ത, തങ്ങളുടെ ഉള്ളിൽ നിന്ന് തങ്ങളുടെ മകന്റെ ദാരുണമായ മരണത്തിന് കാരണമായി തീർന്ന വ്യക്തികളോടുള്ള വെറുപ്പിനെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക, അതിൻ്റെ കാരണത്തെ കർത്താവിന് വിട്ടുകൊടുക്കുക, അവർ സ്നേഹത്തിലും രമ്യതയിലും ആവുക എന്നുള്ളതായിരുന്നു. ആ ധ്യാനത്തിൽ വെച്ച് അവർ തീരുമാനമെടുത്തു. എന്താണെന്നറിയാവോ? തങ്ങളുടെ മകനെ കൊല്ലുന്നതിന് കാരണമായി തീർന്ന 2 വ്യക്തികളെയും ആ വ്യക്തികളുടെ അടുക്കൽ പോയി അവരെ സ്നേഹപൂർവ്വം വിളിച്ച് ഈ കാര്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, അവരോട് ഇവരുടെ ഉള്ളിലുള്ള വെറുപ്പും വൈരാഗ്യവും പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ തീരുമാനം അവർ ധ്യാന ദിവസങ്ങളിൽ എടുത്തു. ധ്യാന ദിവസങ്ങളിൽ തീരുമാനമെടുത്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിയും അഭിഷേകം അവർ കിട്ടി. വലിയ സന്തോഷത്തോടെയാണ് ആ അപ്പനും അമ്മയും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, അവര് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഇവരുടെ മകനെ കുത്തിക്കൊല്ലാനായിട്ട് കാരണമായി തീർന്ന ആ 2 വിദ്യാർത്ഥികൾ, ആ മകന്റെ കൂടെ പഠിച്ച 2 സഹപാഠികൾ അവരുടെ വീട്ടുമുറ്റത്ത് കാത്തിരിക്കുകയാണ്. ഈ അപ്പനും അമ്മയും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന നോക്കി കാത്തിരിക്കുകയാണ്. അവര് ആ 2 വിദ്യാർത്ഥികൾ ഈ അപ്പൻ്റെയും അമ്മയുടെയും കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുക. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, മനഃപൂർവ്വം ചെയ്തതല്ല. ആ സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതിൻ്റെ ഫലമായിട്ട് ആ സമയത്തുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള വിചാരിക്കാത്ത ഒരു സംഭവമാണ്, തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആ 2 മക്കൾ ഈ മാതാപിതാക്കന്മാരുടെ കാലിൽ പിടിച്ച് കണ്ണീരോടെ മാപ്പ് ചോദിച്ചപ്പോൾ ആ മാതാപിതാക്കന്മാരുടെ ഹൃദയം അലിഞ്ഞു. ഇതാ അവര് ആ മക്കളെ വിളിച്ച് അങ്ങോട്ട് ക്ഷമ ചോദിക്കാൻ വേണ്ടി ധ്യാനം കഴിഞ്ഞ് വന്നവര് അവരുടെ അടുക്കലേക്ക് 2 മക്കൾ വരികയാണ്. അവരോട് സ്നേഹപൂർവ്വം ക്ഷമിച്ച് സാന്ത്വനപ്പെടുത്തി അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മകനെ ഓർത്ത് ഞങ്ങൾക്ക് വേദനയില്ല. ഞങ്ങൾക്കൊരു മകൻ നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ 2 പേര് ഞങ്ങളുടെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കന്മാർ ആ 2 മക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട് ആ മക്കളുടെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുത്തു. അതിനുശേഷം സംഭവിച്ചെന്താണെന്നറിയാവോ? ഈ 2 മക്കളിലൂടെ ആ കോളേജിലെ സ്റ്റുഡൻസ് മുഴുവനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനും, മാത്രമല്ല ആ കോളേജിലെ വിദ്യാർത്ഥികൾ നല്ലൊരു ശതമാനവും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുന്ന, യേശുവിൻ്റെ നന്മ പ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വിദ്യാർത്ഥികളായി. ഈ 2 വ്യക്തികളിലൂടെ ആ കോളേജിൽ മുഴുവനും സംഭവിക്കാൻ കാരണമായി തീർന്നു. അതിന് പ്രചോദനം നൽകിയത് ഈ അപ്പനും അമ്മയും തങ്ങളുടെ മകനെ അപ്രകാരം ചെയ്തതിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവരോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും തയ്യാറായപ്പോഴാണ്. അവരുടെ ഉള്ളിലെ പ്രതികാര ചിന്തയെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റാൻ തയ്യാറായപ്പോഴാണ്. ഓർക്കണം, പ്രതികാരം എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ പിശാച് കുത്തിവയ്ക്കുന്ന ഏറ്റവും വലിയ തിന്മയുടെ പ്രവൃത്തിയാണ്. ഈ പ്രതികാര ചിന്ത മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം അവൻ എത്ര പ്രാർത്ഥിച്ചാലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. എത്ര ബലിയർപ്പിച്ചാലും ആ ബലിയർപ്പണത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം വന്ന് നിറയുകയില്ല. അവൻ ഏതെല്ലാം വിധത്തിലുള്ള നന്മ പ്രവൃത്തി ചെയ്താലും ആ നന്മ പ്രവൃത്തിയിൽ അവന് സന്തോഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും എപ്പോഴും കാണേണ്ടതുമായ കാര്യം, എൻ്റെ ഉള്ളിൽ ആരോടും പ്രതികാര ചിന്ത ഉണ്ടാകരുത് എന്നുള്ളതാണ്. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 1-ാം തിരുവചനം, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. എന്തങ്ങനെ പറയാൻ കാരണം? പ്രതികാരം എന്നുള്ളത് കർത്താവിൻ്റെ പണിയാണ്. ഈ കർത്താവിൻ്റെ പണി കർത്താവിനെ ഏൽപ്പിക്കാതെ മനുഷ്യൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരോട് ദൈവം പ്രതികാരം ചെയ്യും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നിന്റെ ഉള്ളിൽ ആരോടെല്ലാമാണോ വെറുപ്പും വൈരാഗ്യമുള്ളത് അവരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നിറവേറുകയുള്ളൂ. ഇതാ റോമാലേഖനം 12-ാം അധ്യായം 19-ഉം 20-ഉം വചനത്തിന്റെ 3-ാമത്തെ കാര്യം ഇതാണ്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷിക്കാനും
ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാനും കൊടുക്കുക. അതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനൽ കൂന കൂട്ടുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതാ നമ്മൾ കാണുന്നു മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതലുള്ള വചനത്തിൽ. അവിടെ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് 6 ചോദ്യങ്ങളാണ്. ഈ 6 ചോദ്യങ്ങളിൽ ആദ്യത്തെ 2 പ്രധാനപ്പെട്ട ചോദ്യം, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ? എന്താണ് വിശപ്പ്? ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ ആരല്ല സ്നേഹത്തിന്റെ വചനത്തിന് വേണ്ടി, നന്മയുടെ വചനത്തിന് വേണ്ടി വിശക്കുന്നുവോ അവർക്ക് നന്മയുടെയും സ്നേഹത്തിൻ്റെതുമായ വചനം നീ കൊടുത്തോ? നിന്നോട് എതിർപ്പും നിന്നോട് കലഹവും ഉണ്ടാക്കുന്ന വ്യക്തികൾക്ക് യേശുവിന്റെ സ്നേഹത്തിന്റെ വചനം നീ കൊടുത്തോ? ഇങ്ങനെ നീ കൊടുക്കാനായിട്ട് തയ്യാറാവുമ്പോൾ നീ അവരിലെ വിശപ്പ് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്ന ദാഹം? ദാഹം കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ മറ്റുള്ളവർക്ക് നന്മയുടെ, സ്നേഹത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ, ഔദാര്യത്തിൻ്റെ വാക്കുകൾ, ഈ വാക്കുകൾ ഓരോന്നും മുറിവേറ്റ മനസ്സിന് സാന്ത്വനമായി, ആശ്വാസമായി മാറുകയാണ്. ഇങ്ങനെ നീ മറ്റുള്ളവന്റെ വിശപ്പ് മനസ്സിലാക്കി, ദാഹം മനസ്സിലാക്കി നീ അവർക്ക് നന്മ ചെയ്യാനായിട്ട് തയ്യാറായാൽ അതുവഴി ആരെല്ലാമാണോ നിന്നിൽ നിന്ന് അകന്നിരിക്കുന്നത്, ആ അകന്നിരിക്കുന്നവരിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ അഗ്നി കത്തി ജ്വലിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള പ്രവൃത്തി ഉണ്ടാവുകയാണ് എന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചനത്തിൽ അവിടെ ഇസഹാക്കിന്റെ പുത്രന്മാരായ ഏസാവും യാക്കോബും 2 സഹോദരന്മാർ ഈ ചേട്ടനിൽ നിന്ന് കടിഞ്ഞൂൽ പുത്രസ്ഥാനം, ഒരു നേരത്തെ ആഹാരം, പായസം കൊടുത്ത് വാങ്ങിച്ചെടുത്തതായ യാക്കോബ്. ഈ യാക്കോബിനോട് ഏസാവിന് ശത്രുത ഉണ്ടായിരുന്നു. എന്തു ചെയ്തു? നീണ്ട 20 വർഷക്കാലം യാക്കോബ് അടിമപ്പണി ചെയ്തു. ഈ അടിമപ്പണി ചെയ്തതിലൂടെ ദൈവത്തിൻ്റെ ഇടപെടൽ യാക്കോബിൽ നിറഞ്ഞു. യാക്കോബിന് മനസ്സിലായി തൻ്റെ ജ്യേഷ്ഠന് ഏസാവിന് തന്നോട് ശത്രുതയുണ്ടെന്ന്. അതിനാൽ യാക്കോബ് ചെയ്തൊരു കാര്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിന് 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണുക, ഏസാവ് 400 പേരുടെ അകമ്പടിയോടുകൂടി യാക്കോബിൻ്റെ അടുക്കിലേക്ക് അവനോട് ശത്രുത കാണിക്കാൻ വേണ്ടി, അവനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വരികയാണ്. ദൂരെ നിന്ന് ഏസാവിനെയും അവനോടൊപ്പമുള്ള 400 പേരെയും കണ്ടു. യാക്കോബ് എന്തു ചെയ്യുന്നറിയാവോ? യാക്കോബ് ദൂരെ നിന്ന് ജ്യേഷ്ഠൻ വരുന്നത് കണ്ടപ്പോൾ നിലം മുട്ടെ 7 പ്രാവശ്യം നിലം മുട്ടെ കുനിഞ്ഞ് കുനിഞ്ഞ് താണുമടങ്ങി ഏസാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. യാക്കോബ് 7 പ്രാവശ്യം താണുമണങ്ങി ജ്യേഷ്ഠൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ജ്യേഷ്ഠൻ്റെ ഉള്ളിലെ ശത്രുത മുഴുവൻ ഇല്ലാതായി. വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം. അവർ 2 പേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിൻ്റെ അർത്ഥം യാക്കോബിൻ്റെ ഏസാവിൻ്റെയും ഉള്ളിലുണ്ടായിരുന്ന സകല വെറുപ്പും പ്രതികാര ചിന്തയും എന്നേക്കുമായിട്ട് അവിടെ ഉള്ളിൽ നിന്നും അലിഞ്ഞുപോയി. ഏസാവിൻ്റെ ഉള്ളിലെ പ്രതികാര ചിന്ത മുഴുവനും ഇല്ലാതായി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് ഏസാവിനോട് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. 10-ാമത്തെ വചനത്തിൽ, കർത്താവിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ നിന്റെ മുഖം കണ്ടത്. നിന്റെ മുഖത്തിൽ ദൈവത്തിൻ്റെ മുഖം എന്ന പോലെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ജ്യേഷ്ഠനിൽ, തന്നോട് ശത്രുത ഉണ്ടായിരുന്ന ജ്യേഷ്ഠനിൽ ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട്
യാക്കോബിന് സാധിച്ചപ്പോൾ യാക്കോബിൻ്റെ ആ മനോഭാവത്തിൽ ഏസാവിൻ്റെ ശത്രുത മുഴുവൻ ഇല്ലാതായി. ഓർക്കണം, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ കുറ്റപ്പെടുത്തിയ, നമുക്കെതിരെ പലവിധത്തിൽ ദ്രോഹം ചെയ്ത ഓരോ വ്യക്തികളിലും ദൈവത്തിൻ്റെ മുഖം കാണാൻ തക്ക വിധത്തിലുള്ള ഉൾക്കാഴ്ച നിന്റെ കണ്ണുകൾക്കുണ്ടായാൽ, മനസ്സിനുണ്ടായാൽ, ജീവിതത്തിനുണ്ടായാൽ അതുവഴി ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും എന്ന സത്യം മനസ്സിലാക്കുക. വചനം അടിവരയിട്ട് പറയുന്നു, പ്രതികാരം മനുഷ്യൻ്റെതല്ല, പ്രതികാരം ദൈവത്തിൻ്റെതാണ്. ദൈവം അതിന് വേണ്ടതായ കാര്യം ചെയ്തുകൊള്ളും. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ഉള്ളിൽ നാളുകളായി ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട്, ഇത് എൻ്റെ പണിയല്ല, പ്രതികാര ചിന്ത എൻ്റെ പണിയല്ല, അത് ദൈവത്തിൻ്റെ പണിയാണ്. അതിനാൽ ഞാനിതാ ദൈവമേ, നിന്റെ ഇഷ്ടത്തിന് മുമ്പിൽ ഞാൻ അതിന് അടിയറ വയ്ക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് നമ്മുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തിയോട് ഉള്ളിൽ ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ കർത്താവിൻ്റെ തിരുമുമ്പിൽ അടിയറ വെച്ചിട്ട്, കർത്താവേ, അതിനെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എന്നെ വേദനിപ്പിച്ചവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നീ അവരെല്ലാവരെയും അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.